നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 മീനമാസം 27-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച. നാളെ ശുക്രവാരം വെള്ളിയാഴ്ച സൂര്യോദയം കാലത്ത് 6:20-നും അസ്തമയം വൈകിട്ട് 6:32-നുമാകുന്നു തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാം. കാലത്ത് 10:30 മുതൽ 12 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം കാലത്ത് 11:30 വരെ പൂരാട നക്ഷത്രമാകുന്നു. 11:30 കഴിഞ്ഞാൽ പിന്നീട് ഉത്രാടം നക്ഷത്രവുമായി. പൂരാടം ഒരു ശുഭനക്ഷത്രമല്ല, അത് മുപ്പൂരത്തിൽ പെടുന്നു. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടീവ 7 നാൾ വിതക്കിൽ വിളയാഭൂമോ യാത്ര പോകിരവൻ വരാ എന്ന്. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അകി ആയില്യം, പിന്നീട് പൂരം പൂരാടം പുരുരുട്ടാതി, അപ്രകാരം തൃക്കേട്ട. ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ വിത്തിട്ടാൽ പൊടിക്കില്ല, ഒരു ശുഭാരംഭത്തിന് പറ്റില്ല എന്ന് സാരം. യാത്ര പോയാൽ തിരിച്ചു വരില്ല എന്നും പറയപ്പെടുന്നു. അതിനാൽ ഒരു ശുഭകാര്യങ്ങൾക്കും കാലത്തെ സമയം 11:30 വരെ അനുകൂലമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നാളെ കറുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാകുന്നു, കൃഷ്ണാഷ്ടമി. കൃഷ്ണാഷ്ടമി ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. രോഹിണി നക്ഷത്രം, കറുത്തപക്ഷത്തിലെ അഷ്ടമി. അതുകൊണ്ടാണ് വിവാഹത്തിന് ഏറ്റവും നല്ല ദിനമായി കൃഷ്ണാഷ്ടമി എന്ന മുഹൂർത്ത പദവിയിൽ ആദ്യം തന്നെ സ്ഥാനം നൽകിയത്. നാളെ പൂരാട നക്ഷത്രമാണ്, വെള്ളിയാഴ്ചയാണ്. നാളെ ആർക്കെങ്കിലും വിവാഹ വിഷയം ചിന്തിക്കണമെങ്കിൽ 11:30-ന് ശേഷമുള്ള സമയം വിവാഹത്തിനോ വിവാഹം രജിസ്റ്റർ ചെയ്യാനൊക്കെ വളരെ അനുകൂലമായൊരു സമയമാണെന്നും കൂടി അറിയുക. ഏതായാലും പൂരാടം കഴിഞ്ഞാൽ പിന്നെ ഉത്രാടം നക്ഷത്രം. ഉത്രാടം ഒരു ശുഭ നക്ഷത്രമാണ്, പക്ഷേ തിഥി യാതൊരു ഗുണവുമില്ല. ഉത്രാടം ഉത്രത്രയത്തിൽപ്പെടുന്നൊരു നക്ഷത്രമാണ്. എന്താണ് ഉത്രത്രയം? ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി അശ്വതി. ഈ 9 നക്ഷത്രങ്ങളാണ് ഉത്രത്രയം എന്ന് നാം പറയുന്നത്. നാളെ രാഹുകാലം കഴിഞ്ഞുള്ള സമയം ഉത്രാട നക്ഷത്രത്തിൻ്റെ ആരംഭവുമായി. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 2:50 മുതൽ 3:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ്. നാളെ കാലത്ത് വെള്ളിയാഴ്ചയാണ്, പൂരാടം നക്ഷത്രമാകയാൽ ദേവീക്ഷേത്ര ദർശനം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. നിങ്ങൾ കർമ്മ തടസ്സം മാറാൻ കർമ്മമുട്ടി ചെയ്യുക, ശാരീരികമായി അസ്വസ്ഥകൾ മാറാൻ ദേഹമുട്ടി ചെയ്യുക. അപ്രകാരം ശത്രു ദോഷത്തിന് മാറാൻ വേണ്ടി ശത്രുസംഹാര കുരുതി പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ശത്രുമുട്ടോ ഭദ്രകാളി ക്ഷേത്രത്തിൽ കാലത്ത് ചെയ്യുക. കാരണം കാലത്ത് മുഴുവനും പൂരാട നക്ഷത്രമാണ്, വെള്ളിയാഴ്ചയാണ്, വളരെ അനുകൂലമായ ഫലങ്ങൾ വരും. നാളെ വൈകിട്ട് ഉത്രാട നക്ഷത്രമാകയാൽ ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സുഖമായി ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കാം. അപ്രകാരം തന്നെ ശിവന് കൂളമാല ജലധാര വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.